ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പറയാൻ പോകുന്നത് ഒരു സാധാരണ ശാസ്ത്രകഥയല്ല. ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ലോകത്തിന് മുന്നിൽ പറഞ്ഞ ഒരു വലിയ പ്രഖ്യാപനത്തിൻ്റെ കഥയാണ്. 1946 ഓഗസ്റ്റ് മാസം 4 തീയതി മുംബൈയിലെ ട്രോംബയിൽ ഒരു ചെറിയ കെട്ടിടത്തിനുള്ളിൽ ഇന്ത്യ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയായിരുന്നു. ലോകത്ത് അന്നുവരെ ആണവശക്തി അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ പോലുള്ള മഹാശക്തികൾക്കായിരുന്നു. പക്ഷേ ആ ദിവസം ഇന്ത്യ പറഞ്ഞു, നാം പിന്നിലല്ല. ആ പ്രഖ്യാപനത്തിൻ്റെ പേരായിരുന്നു അപ്സര. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എങ്ങനെയായിരുന്നു? വൈദ്യുതക്ഷാമം, വ്യവസായ മേഖലയിൽ ഏറെ പിന്നിൽ, സാങ്കേതിക വിദ്യയിൽ വിദേശ ആശ്രയത്വം. ഇന്ത്യക്ക് ആണവ സാങ്കേതിക വിദ്യയുടെ പരിചയം പോലും കുറവായിരുന്നു. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ഭാവി ശാസ്ത്രത്തിൻ്റേതാണ്. നെഹ്റു വിശ്വസിച്ച ഒരാളുണ്ടായിരുന്നു, ഹോമി ജഹാംഗീർ ബാബ. കേംബ്രിഡ്ജിൽ പഠിച്ച അദ്ദേഹത്തിന് ലോകത്തിലെ മികച്ച ശാസ്ത്രജ്ഞരുമായി ബന്ധമുണ്ടായിരുന്നു. അയാൾ ഇന്ത്യയിലേക്ക് മടങ്ങിയപ്പോൾ ഒരു വലിയ സ്വപ്നം കൂടിയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യക്ക് സ്വന്തം ആണവ ഗവേഷണ കേന്ദ്രം. 1948 ഇന്ത്യ അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിച്ചു. പിന്നീട് മുംബൈയിലെ ട്രോംബയിൽ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, അതായത് ബാർക്ക്, സ്ഥാപിക്കപ്പെട്ടു. അവിടെ നിന്നാണ് അപ്സരയുടെ കഥ ആരംഭിക്കുന്നത്. ഒരു ആണവ റിയാക്ടർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം മനസ്സിൽ വരുന്നത് ബോംബാണ്. പക്ഷേ റിയാക്ടർ എന്നത് നിയന്ത്രിതമായ ആണവ വിഘടനമാണ്. ഉദാഹരണത്തിന്, ഒരു യുറേനിയം ആറ്റം രണ്ടായി വിഭജിക്കുമ്പോൾ വലിയ താപം പുറത്തുവരുന്നു. അതിനെ നിയന്ത്രിച്ചുപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഗവേഷണം, വൈദ്യുതി, മെഡിക്കൽ ഐസോട്ടോപ്പുകൾ. അപ്സര ഒരു സ്വിമ്മിംഗ് പൂൾ റിയാക്ടറായിരുന്നു. ഇത് വലിയ കോൺക്രീറ്റ് കുളം പോലെയായിരുന്നു. അതിനുള്ളിൽ വെള്ളം നിറച്ചിരിക്കും. ആ വെള്ളം മോഡറേറ്ററായി പ്രവർത്തിക്കും, റേഡിയേഷൻ തടയും, സുരക്ഷ ഉറപ്പാക്കും. ഇത് ഒരു വൈദ്യുതി പ്ലാന്റ് ആയിരുന്നില്ല, ഗവേഷണത്തിനുള്ള പരീക്ഷണശാലയായിരുന്നു. 1956 ഓഗസ്റ്റ് 4 തീയതി അപ്സര ആദ്യമായി ക്രിട്ടിക്കലിറ്റി നേടി. എന്താണ് ക്രിട്ടിക്കലിറ്റി? ചെയിൻ റിയാക്ഷൻ സ്വയം തുടരാൻ കഴിയുന്ന അവസ്ഥ. ഒരു ആണവ റിയാക്ടർ പ്രവർത്തിപ്പിക്കുന്ന 6ാമത്തെ രാജ്യമായാണ് അന്ന് ഇന്ത്യ ഉയർന്നു വന്നത്. ഏഷ്യയിലെ ആദ്യ റിയാക്ടർ. ഫ്യൂവൽ ലഭിച്ചത് ബ്രിട്ടനിൽ നിന്നും, ഹൈലി എൻറിച്ച്ഡ് യുറേനിയം. പവർ കപ്പാസിറ്റി ഏകദേശം 1 മെഗാവാട്ട്. ചെറുതായിരിക്കാം, പക്ഷേ അതിൻ്റെ പ്രാധാന്യം വലുതായിരുന്നു. പ്രധാനമായും അപ്സര 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്: ന്യൂട്രോൺ ഫിസിക്സ് എക്സ്പെരിമെൻറ്റ്സ്, റേഡിയോ ഐസോട്ടോപ്പ് പ്രൊഡക്ഷൻ, മെറ്റീരിയൽ ടെസ്റ്റിംഗ്, സയൻറ്റിസ്റ്റ് ട്രെയിനിങ്. മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പുകൾ നിർമ്മിക്കാൻ ഇത് സഹായിച്ചു. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകൾ ഇന്ത്യ സ്വന്തം നിലയിൽ നിർമ്മിക്കാൻ തുടങ്ങി. അപ്സര ഒരു റിയാക്ടറല്ല, പരിശീലന കേന്ദ്രമായിരുന്നു. ഇവിടെ പരിശീലനം നേടിയ ശാസ്ത്രജ്ഞന്മാരാണ് പിന്നീട് ഇന്ത്യയുടെ വലിയ ആണവ പദ്ധതികൾ നയിച്ചത്. അപ്സരയുടെ വിജയത്തിനു ശേഷം ഇന്ത്യ കൂടുതൽ ആണവ റിയാക്ടറുകൾ നിർമ്മിച്ചു. സൈറസ്, ധ്രുവ, താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ, കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് തുടങ്ങി ഒട്ടനേകം.
ഇന്ന് ഇന്ത്യ ലോകത്തിലെ പ്രധാന ആണവ രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. ആ യാത്രയുടെ ആദ്യ ചുവടുവയ്പ്പായിരുന്നു അപ്സര. 60 വർഷത്തിലധികം സേവനത്തിനു ശേഷം 2018 പഴയ അപ്സര നിർത്തി. പിന്നീട് നവീകരിച്ച അപ്സര യു ആയി വീണ്ടും പ്രവർത്തനം തുടങ്ങി. ഒരു ചെറിയ കുളം പോലെ തോന്നുന്ന റിയാക്ടർ, പക്ഷേ അതിൻ്റെയുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ സ്വപ്നം ജ്വലിച്ചു. അപ്സര വെറുമൊരു ആണവ റിയാക്ടറായിരുന്നില്ല, അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിൻ്റെ ആദ്യ പ്രകാശമായിരുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.